ഇപ്പോൾ കെ.പി. ശശികല ടീച്ചർ ചേരുകയാണ്, ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി. ടീച്ചർ, വളരെ ദാരുണമായ ഒരു സംഭവം, അപലപിക്കേണ്ട ഒരു സംഭവമാണ് തൃശ്ശൂരിൽ ഉണ്ടായിരിക്കുന്നത്. അവിടെ ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയ്ക്ക് നേരെ ആക്രമണമുണ്ടായിരിക്കുന്നു. CPM പ്രവർത്തകൻ മനോജ് എന്നയാൾ കമ്പിവടി ഉപയോഗിച്ച് വിഗ്രഹത്തെ തകർക്കാൻ ശ്രമിച്ചു. ഇതിനെതിരെ വലിയ പ്രതിഷേധം അലയടിക്കുകയാണ്. ടീച്ചറുടെ പ്രതികരണം. ഇവിടെ മനോജ് എന്നൊരു വ്യക്തിയുടെ ഏതെങ്കിലും തരത്തിലുള്ള സ്വഭാവ വൈകല്യമല്ല നമ്മളവിടെ കണ്ടത്. മറിച്ച് CPM എന്ന സംഘടന എത്രമാത്രം ഹിന്ദു വിരുദ്ധമാണോ അതിന്റെ ഒരു പ്രതിഫലനം മാത്രമാണ് തൃശ്ശൂര് നടത്തുന്നത്. ഇവർ നേരത്തെ പറഞ്ഞതുപോലെ പാലക്കാട് മുണ്ടൂര് ഗണേശ നിമജ്ജനം അവർ നടത്തി എന്ന് പറഞ്ഞാല് അത് ഗണേശനോടുള്ള ഭക്തി കൊണ്ടല്ല, ഗണേശൻ നിത്താണ് എന്ന ബോധ്യത്തിൽ തന്നെയാണ് ഇവരെ ചെയ്തത്. കാരണം അല്ലായിരുന്നെങ്കിൽ ചെഗുവരയുടെ ഫോട്ടോയുള്ള കൊടിയൊക്കെ വെച്ചുകൊണ്ട് ഗണേശ നിമജ്ജനം നടത്തില്ല. ഗണേശനും ചെഗുവരയായുള്ള ബന്ധം എന്താ? അപ്പോ ആ ചെയ്തത് പോലും അപമാനിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ണൂര് ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര ഒരു ക്ഷേത്രത്തിൽ സമാപിക്കുന്നതിനെതിരെ ഒരു സഖാവിന്റെ വെല്ലുവിളി നമ്മൾ കണ്ടു. അപ്പൊ ഇത് ശ്രീകൃഷ്ണ ജയന്തി ആകട്ടെ, ഗണേശോത്സവമാകട്ടെ, ശബരിമല ദർശനമാകട്ടെ, എല്ലാറ്റിനെതിരെയും ഒരു യുദ്ധപ്രഖ്യാപനം തന്നെയാണ് നടത്തുന്നത്. അപ്പൊ നമുക്ക് ഇവരാണ് അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ പോകുന്നത്. നമുക്ക് ശബരിമലയിലേക്ക് പോകണമെങ്കിൽ പമ്പയിലെ ഗണപതിക്ക് മുന്നിൽ തെരഞ്ഞെടുത്താണ് നമ്മൾ പോവുക. സന്നിധാനത്തേക്ക് കയറണമെങ്കിലും അങ്ങനെ തന്നെയാണ്. അത്രമാത്രമാണ് ഗണപതി ആരാധനയുമായുള്ള ബന്ധം. ഈ ഗണപതിയെ തച്ച് തകർക്കുന്നവരാണോ അയ്യപ്പനെ ആരാധിക്കാൻ പോണത്, അല്ലെങ്കിൽ അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ പോണത്? അപ്പൊ ഇത് സമാജത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുക, സനാതന ധർമ്മത്തെ ഇല്ലാതാക്കുക, ഇതൊക്കെ തന്നെ ഇവരുടെ ഇത്തരത്തിലുള്ള ഈ അജണ്ടകൾ മറനീക്കി പുറത്തു വരുന്നു എന്നുള്ളതാണ്. അപ്പൊ മനോജ് ഒരു ടൂളാണ്. മനോജിന്റെ കയ്യിലെ വടി എങ്ങനെയാണോ അതേപോലെ തന്നെ CPMന്റെ കയ്യിലെ വടിയാണ് മനോജ്. ഇതിന് ഇതേ നാണയത്തിൽ തന്നെ പ്രത്യുത്തരം കൊടുക്കാൻ സമാജം തയ്യാറായാൽ അതിന്റെ ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന് അറിയേണ്ടത് ഇവിടെ ഭരിക്കുന്ന സർക്കാരാണ്, ആഭ്യന്തര വകുപ്പാണ്. ഇതേ കണക്കിന് പ്രത്യുത്തരം കൊടുക്കാൻ ശേഷിയില്ലാത്തവരൊന്നുമല്ല ഗണപതി ഭക്തർ. അതേ നിലയ്ക്ക് അത് പരിഹാരം കാണണമെന്നാണോ ഭരണകൂടം തീരുമാനിക്കുന്നത് എന്നാണ് ഇനി അറിയാനുള്ളത്. ഇതൊക്കെ ക്ഷമിച്ച് നമ്മൾ ക്ഷമയുടെ നെല്ലിപ്പടിയല്ല, അതിന്റെ അപ്പുറം പോയി കഴിഞ്ഞു. ഒരു മര്യാദയ്ക്ക് നമുക്ക് സാധാരണഗതിയിലാണ് ഏതിനോടൊക്കെ എതിർപ്പുണ്ടാവും, പ്രത്യയശാസ്ത്രപരമായ ഭിന്നതകൾ ഉണ്ടാകും. അത് ഈ തരത്തിലാണോ പ്രകടിപ്പിക്കുക? ഇത് വളരെ നെറികെട്ട നടപടിയായി പോയി എന്നാണ് പറയാനുള്ളത്. ശശികല ടീച്ചർ, ഈ ഘട്ടത്തിൽ ചോദിക്കേണ്ട ഒരു കാര്യം, ഇവർ ഈ സനാതന ധർമ്മത്തോട് കാണിക്കുന്ന ഈ അസഹിഷ്ണുത മറ്റു മതങ്ങൾക്കെതിരെ ഇവർ പ്രയോഗിക്കുമോ എന്നതാണ്. മറ്റു മതങ്ങൾക്കെതിരെ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ചൊക്കെ വളരെ കൃത്യമായി അറിയാവുന്നവരാണ് CPMകാരും DYFIക്കാരും ഒക്കെ. അവരെ പ്രകടിപ്പിക്കില്ല എന്ന് മാത്രമല്ല അവരെയൊക്കെ തന്നെ ആദരിക്കുകയും ചെയ്യും. ഇപ്പൊ നമുക്ക് ഇന്നലെ ഗണേശോത്സവം കഴിഞ്ഞ പാലക്കാട് മുണ്ടൂര് നടത്തിയെന്ന് പറഞ്ഞു, ചെഗുവരയുടെ കൊടി ഉപയോഗിച്ചുകൊണ്ട്. ഇപ്പൊ സെപ്റ്റംബർ മാസം 5-ാം തീയതി നബിദിനമാണ്. ആ കൊടി ഉപയോഗിച്ചുകൊണ്ട് ഒരു നബിദിന ഘോഷയാത്ര നടത്തും, അവർ ക്രിസ്മസ് കരോൾ നടത്തും. ആ കൊടി ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഏത് കൊടിയെ ഉയർത്തണമെന്ന് അവർ ചിന്തിക്കും. ഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പോലും ഒരു കാവിക്കൊടി ഉയർത്താൻ സ്വാതന്ത്ര്യമില്ല. ഇവരുടെയൊക്കെ പരിപാടികളിൽ ഏത് കൊടി ഉയർത്തിയാലും ആര് വന്ന് പ്രസംഗിച്ചാലും എന്ത് തന്നെ പ്രസംഗിച്ചാലും ഇവരെ സംബന്ധിച്ച് കുഴപ്പമില്ലല്ലോ. പക്ഷെ ഹിന്ദുവിന് ഒന്നും പാടില്ല എന്നുള്ളതാണ് അവസ്ഥ. യാതൊന്നും അവര് വരച്ച വരയിൽ ചെന്ന് നിൽക്കുന്നതിനപ്പുറത്ത് ഒന്നും ചെയ്യാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഇങ്ങനെ ഒരു സമാജത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കും. അതും ഭാരതം പോലുള്ള ഹിന്ദുവിന്റെ ജന്മഭൂമിയും കർമ്മഭൂമിയും ഒക്കെ ഒരു നാട്ടില് ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പൊ CPM ശരിക്കും യുദ്ധപ്രഖ്യാപനം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവർക്ക് മുന്നിൽ ഭയന്ന് ഏത്തമിട്ട് നിൽക്കുന്നവരാണ് ഹിന്ദുവിന് മുന്നിൽ മസിൽ പെരുക്കി നിൽക്കുന്നത്. ഈ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഹൈന്ദവ സമാജത്തിന്റെ ഐക്യമില്ലായ്മയുടെ ഒരു പ്രതിഫലനം തന്നെയാണ്.